ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാലക്കുടി KSRTCയുടെ അയ്യപ്പ തീർത്ഥയാത്രയിൽ കുളത്തൂപ്പുഴയിലെയും ആര്യങ്കാവിലെയും ശാസ്താ സങ്കല്പങ്ങളെ ദർശിച്ചു കഴിഞ്ഞാൽ ഇനി അച്ഛൻ കോവിൽ അഥവാ അരജൻ കോവിൽ എന്നറിയപ്പെടുന്ന അച്ഛൻ കോവിലൂടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അച്ഛൻ കോവിൽ ശാസ്താ ക്ഷേത്രം. കേരളത്തിലെ സുരക്ഷത്തിനു വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചാണ് ഈ ക്ഷേത്രം. പരശുരാമൻ 5 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. അതിൽ ആദ്യത്തെ കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ഛൻ കോവിൽ, കാന്തമല, ശബരിമല. ഈ ക്ഷേത്രത്തിൽ കൂടുതലെത്തുന്ന തമിഴ്നാട്ടിലെ ഭക്തരെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അയ്യപ്പൻ ഗൃഹസ്ഥാശ്രമിയായിട്ടാണ് നിലകൊള്ളുന്നത്. പത്നി സമേതനായ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ നടന്ന കൊല്ലവർഷം 1106 ഈ ക്ഷേത്രത്തിൽ നമുക്ക് 2 രീതിയിൽ എത്തിച്ചേരാം. വനത്തിലൂടെ ഒരു പാതയുണ്ട്, പിന്നെ തമിഴ്നാട്ടിലെ തെങ്കാശി വഴിയും ഈ ക്ഷേത്രത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അച്ഛൻ കോവിൽ എന്നറിയപ്പെടുന്ന മഹനീയമായ ഒരു ക്ഷേത്രമാണ്. ശബരിമലയ്ക്ക് സമാനമായ ക്ഷേത്രവും നമ്മൾ എത്തി നിൽക്കുകയാണ്. ശബരിമലയ്ക്ക് സമാനമായ ക്ഷേത്രം എന്ന് പറയുമ്പോൾ 18 പടികൾ കടന്ന് വേണം അച്ഛൻ കോവിൽ എത്താനായിട്ട്. 18 പടികൾ തത്വം നമ്മൾ മറന്നുകൂടാത്തതാണ്. ആദ്യത്തെ 5 പടികൾ പഞ്ചേന്ദ്രിയത്തെ സൂചിപ്പിക്കുന്നു. കണ്ണുകൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, നാവുകൊണ്ട് രുചിക്കുന്നത്, ശബ്ദം കൊണ്ട് അറിയുന്നത്, സ്പർശം കൊണ്ട് അറിയുന്നത് എല്ലാം നീ തന്നെയാണല്ലോ ഭഗവാനെ. ആദ്യത്തെ 5 പടികൾ സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ അഷ്ടരാഗങ്ങൾ, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന സാധ്യതയുള്ള, നമ്മെ ഭരിക്കുന്ന, ഗുണം തരാത്ത ദേഷ്യം, പക, അസൂയ, കുശുമ്പ് തുടങ്ങിയ എല്ലാ സ്വഭാവങ്ങളെയും ആണ് അഷ്ടരാഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ സത്വഗുണം, തമോ ഗുണം, തേജോ ഗുണം. ഈ 3 ഗുണങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ അജ്ഞതയുടെ പടവുകളിലേക്ക് എത്തുന്നു. അജ്ഞതയുടെ പടി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവസാനം ജ്ഞാനത്തിൻ്റെ പടിയാണ്. അജ്ഞതയ്ക്ക് മറുപടി ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാവുകയാണ് ഈ 18 പടികൾ. അങ്ങനെ അവസാനം നമ്മൾ ജ്ഞാനത്തിലെത്തി അതിന് പ്രാപ്തി നേടിയാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ, അയ്യനെ, ശാസ്താവിനെ കാണാനാവുന്നത്. ഇവിടെ അച്ഛൻ കോവിൽ ശാസ്താവ് പൂർണ്ണ പുഷ്കല സമേതനായാണ് നിലകൊള്ളുന്നത്. എന്നാൽ സത്യുകൻ എന്ന മകൻ്റെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ടെന്നാണ് വിശ്വാസം. വിഷഹാരിയ മഹാവൈദ്യനാഥ ഭാവത്തിലാണ് ശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നത്. അച്ഛൻ കോവിൽ ഇന്നും നിലകൊള്ളുന്ന ശാസ്താ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശാസ്താ വിഗ്രഹം നിലകൊള്ളുന്നത് ഇന്ന് അച്ഛൻ കോവിൽ മാത്രമാണ്. കുളത്തൂപ്പുഴയിൽ 8 പിളർന്ന ശിലയാണ്. ആര്യങ്കാവിൽ 108 പിളർന്ന വിഗ്രഹമാണ്. പെട്ടിയിൽ അടക്കം ചെയ്ത ശിലയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം അതേപടി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് അച്ഛൻ കോവിൽ. ഈ ക്ഷേത്രം ഇവിടെയല്ല ആദ്യം ഉണ്ടായിരുന്നത്, കോടമല എന്ന സ്ഥലത്തായിരുന്നു. കോടമലയിലെ ആ ദിവ്യമായ സാന്നിധ്യമുള്ള പ്രദേശത്ത് നിന്ന് വിഗ്രഹം പിന്നീട് ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഉചിതമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതാണ് ഈ വിഗ്രഹം. എല്ലാ ക്ഷേത്രങ്ങളിലും ഓരോ ചരിത്രവും ഓരോ കഥയുമുണ്ട്. അങ്ങനെ ഒരു കഥയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പിന്നീട് ഒരു കാലത്ത് ഇവിടെ ഒരു ജന്മിയുടെ ഗർഭിണിയായ ഒരു പശുവിനെ കാണാതായപ്പോൾ കാടിൻ്റെ എല്ലാ സ്വഭാവം അറിയുന്ന ഒരു മലയാളിനെ പശുവിനെ കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചു. ഈ മലയരെ നേരെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എവിടെയും പശുവിനെ കാണാൻ സാധിച്ചില്ല. ഒരു വള്ളിക്കുടിൽ തളർന്ന അവശനായി വിശന്ന് കിടന്ന മലയരൻ്റെ അടുത്തേക്ക് ഒരു യുവാവ് അവിടേക്ക് വരികയും നീ എത്തിച്ചോറ് നൽകുകയും ചെയ്തു. ഈ ഭക്ഷണം നീ കഴിക്കുക, വിശ്രമിക്കുക, നീ അന്വേഷിച്ച പശു സുരക്ഷിതമായി വീട്ടിലെത്തിച്ചേരും. പക്ഷേ പകരം ഞാൻ ഏൽപ്പിക്കുന്ന ജോലി നീ ചെയ്യണം. പകരം ഞാൻ ഇവിടെ നിന്നൊരു തങ്കവാൾ തരും, അത് നീ സുരക്ഷിതമായി അച്ഛൻ കോവിൽ എത്തിക്കുക. ഇതേ സമയത്ത് അച്ഛൻ കോവിലിലെ മേൽശാന്തിക്കും ഒരു സ്വപ്ന ദർശനമുണ്ടായി. ഇങ്ങനൊരു തങ്കവാൾ കൊടുത്തു വിടുന്നുണ്ടെന്നും അത് യഥാവിധി പൂജിക്കണമെന്നും. അങ്ങനെ മലയരയിൽ തങ്കവാളെ എത്തുമ്പോൾ ഇവിടെ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. തീർത്ഥം തളിച്ചാണ് ആ തങ്കവാൾ സ്വീകരിക്കുന്നത്. അന്ന് സ്വീകരിച്ച തങ്കവാൾ അച്ഛൻ കോവിൽ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. കാന്തമല പൊന്നമ്പലം ഒരു സങ്കല്പമാണെന്ന് കരുതുമ്പോൾ കാന്തമല പുനിൽ തീർത്ത ഒരു അമ്പലം ഉഗ്രസർപ്പം കാവൽ നിൽക്കുന്ന ഒരു സങ്കല്പമല്ല എന്നതിന് തെളിവാണ് അച്ഛൻ കോവിൽ സൂക്ഷിക്കുന്ന ഈ തങ്കവാൾ. ആ തങ്കവാൾ ഇപ്പോഴും ഉത്സവത്തിനിവിടെ എഴുന്നള്ളിക്കാറുണ്ട്. അച്ഛൻ കോവിൽ ശാസ്താവ് വിഷഹാരിയാണ്. അതായത് കൊടി വിഷയമേറ്റ ആൾ ജീവനുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടുത്തെ ശാസ്താവ് രക്ഷിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രഭൂമിയിൽ ഒരു കിടാവിളക്കുണ്ട്. എത്രയോ കാലമായി കത്തുന്ന കിടാവിളക്കാണ്, ഒരിക്കലും അണയ്ക്കാറില്ല. ആ കിടാവിളക്കിൽ നിന്നും ദീപം പകർന്നു വേണം നട തുറക്കാൻ എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഏത് അർദ്ധരാത്രിയിലും ആരുടെ എത്തിയാലും വിഷം തീണ്ടി എത്തിയാൽ അപ്പോൾ തന്നെ നട തുറക്കുകയും, കാരണം ആചാരത്തിനല്ല ജീവനാണ് പ്രാധാന്യം എന്ന് അയ്യപ്പൻ അറിയാം. ശാസ്താവിന് മനസ്സിലാവുന്നുണ്ട്, അതെല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏത് രാത്രിയിലും നട തുറക്കും. ഭഗവാൻ അഭിഷേകിച്ച തീർത്ഥവും ഭഗവാന് ചാർത്തിയ ചന്ദ്രവും ഈ വിഷത്തീൻ്റെ ആൾക്ക് നൽകുന്നു. പിറ്റേത് പ്രഭാതത്തിൽ വിഷം പൂർണ്ണമായി ഇറങ്ങിയിട്ടുണ്ടാവും. ഇവിടെ 3 മേൽശാന്തിമാരുണ്ടാവും. അതിൽ ഒരു മേൽശാന്തി ഇവിടെ എപ്പോഴും ഉണ്ടാവും. ഏത് നിമിഷവും ഏത് അർദ്ധരാത്രിയിലും വിഷം നീണ്ടി എത്തുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പ്രസാദം കൊടുക്കണം. കാരണം ശാസ്താവിന് വേണ്ടി ചികിത്സ ചെയ്യുന്ന മേൽശാന്തിയാണെന്നാണ് ഇവിടുത്തെ സങ്കല്പം.
അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുമ്പോൾ ഇവിടെ ഭഗവതിയുടെ സ്ഥാനം എടുത്തു പറയണം. ഇവിടെ മാമ്പഴത്തറ ഭഗവതി ദേശദേവതയായി എടുത്തു പറയുമ്പോഴും പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്താവിൻ്റെ പ്രധാന ശ്രീകോവിൽ നിലകൊള്ളുന്നു. മറ്റൊരു ഭഗവതി സങ്കല്പം ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതലത്തിലാണെന്ന് മാത്രം. മുൻപ് കാലത്ത് ക്ഷേത്രത്തിന് നട അടച്ചു കഴിഞ്ഞാൽ നേദ്യം അർപ്പിക്കുകയാണ് പതിവ്. പക്ഷേ ദേവിക്ക് അങ്ങനെ നേദ്യം അർപ്പിച്ചാൽ പോരാ. ഇവിടെ മുൻപുണ്ടായിരുന്ന മേൽശാന്തിയെ കാണാതാവുകയും അദ്ദേഹത്തിൻ്റെ പല്ലു നഖവും മാത്രം കണ്ടുകിട്ടുകയും ചെയ്തു. പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ദേവി ഇവിടെ നട അടയ്ക്കുന്നതിന് മുമ്പ് നേദ്യം നൽകണമെന്നാണ് അറിയുന്നത്. എന്ന് മാത്രമല്ല അതീവ ശക്തി കൂടിയ ദേവി നിൽക്കുന്നെന്നും മനസ്സിലാക്കുകയും ചെയ്തു. ദേവിയുടെ ശക്തി കുറയ്ക്കാനായി 40 അടി താഴ്ചയിൽ വിഗ്രഹം കമഴ്ത്തി മണ്ണിട്ട് മൂടുകയും അതിന് മുകളിൽ ദേവിയുടെ ചൈതന്യത്തെ ആവാഹിച്ചിരുത്തുകയും ചെയ്തു. 2 കണ്ണാടി ബിംബങ്ങളായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ദേവിയുടെ അന്നത്തെ ശക്തി 2ആയി പകർന്നെടുത്തു. ഇന്നിപ്പോൾ ദേവിയുടെ രൗദ്രഭാവമല്ല, സാത്വികഭാവത്തിലാണ് ദേവി ഇവിടെ നിലകൊള്ളുന്നത്. ഇവിടെ തൊട്ടരയിൽ നാഗരാജാവിൻ്റെ വിഗ്രഹമുണ്ട്. സവിശേഷമായ പുരാതനമായ നാഗരാജാവിൻ്റെ വിഗ്രഹം, നാഗേഷ്യയുടെ വിഗ്രഹം. നാഗകന്യകയാണ് നാഗേഷ്യ നിലകൊള്ളുന്നത്. അങ്ങനെ നാഗത്തറയും ഭഗവതിത്തറയും ഒരുമിച്ചാണ് ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ, സന്താനലബ്ധിക്കായി പ്രാർത്ഥിച്ചാൽ തൊട്ടിൽ കെട്ടാം. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണത്തിനായി പ്രാർത്ഥിച്ചാൽ അതിനുവേണ്ടി കല്ലടക്കി വയ്ക്കാം. അങ്ങനെ നിരവധി കാരണങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അതെല്ലാം ദേവി കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ മേൽശാന്തി പോയി കുളിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും വന്ന് പ്രധാന ശ്രീകോവിലെത്തി പ്രാർത്ഥിക്കുകയും അങ്ങനെ പിന്നീട് നട അടയ്ക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ പതിവ്. ഇവിടുത്തെ വിഷചികിത്സ വളരെ പേരുകേട്ടതാണ്. വിഷഹാരിയാണ് അച്ചൻകോവിലെ ശാസ്താവെന്നാണ് വിശ്വാസം. ശാസ്താവിൻ്റെ കൈക്കൊമ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനമാണ് സർപ്പവിഷത്തിനെതിരെയുള്ള ഔഷധം. അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രിയിൽ ആവശ്യമാത്രയിൽ നട തുറക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളൊന്നാണ്. വിഷമേറ്റ് വരുന്നവർക്ക് കിഴക്കേ ഗോപുരനടയിൽ മണിയടിച്ച് എപ്പോൾ വേണമെങ്കിലും സഹായാഭ്യർത്ഥിക്കാം. വിഷമേറ്റ് വരുന്നവർക്ക് ശാസ്താവിൻ്റെ വലത് കൈക്കൊമ്പിലെ ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ച് നൽകും. ചികിത്സ സമയത്ത് ആഹാരത്തിന് കഠിന നിയന്ത്രണമുണ്ട്. ആദ്യ ദിവസം കടുംചായ മാത്രം, പിന്നീടുള്ള ദിവസം ഉപ്പ് ചേർക്കാത്ത പൊടിയേരിക്കഞ്ഞ്, ദാഹിക്കുമ്പോൾ ക്ഷേത്രക്കുണ്ടിലെ ജലം മാത്രം. വിഷം പൂർണ്ണമായി മാറിയ ശേഷം മാത്രമേ രോഗിയെ വിട്ടയക്കൂ. ഇവിടുത്തെ ഉത്സവങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ധനു 1 മുതൽ 10 വരെ നടക്കുന്ന മണ്ഡലപൂജ എന്ന ഉത്സവവും മകരത്തിലെ രേവതി പൂജ എന്ന പ്രതിഷ്ഠാ ദിനമാണ് ഇവിടുത്തെ മുഖ്യ ഉത്സവങ്ങൾ. മണ്ഡലപൂജയിൽ തേരോട്ടവും രേവതി പൂജയിൽ പുഷ്പാഭിഷേകവും പ്രധാന ചടങ്ങുകളാണ്. അച്ചൻകോവിലിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്ന ആരാധന സമ്പ്രദായമാണ്. ആറാട്ട് ഉടയൻ എന്നാണ് ഈ വിശ്വാസം. ആറാട്ട് ഉടയൻ എന്നാൽ വരുണനാണ്, സമുദ്രത്തിന് ജലത്തിൻ്റെ അധിപനായിട്ടുള്ള മൂർത്തി. അങ്ങനെ വരുണൻ്റെ സാന്നിധ്യം ആവുമ്പോൾ, വരുണൻ ഇവിടെ ആറാട്ട് ഉടയനാവുമ്പോൾ ജലം സമുദ്രം സ്വയം എത്തുന്നതാണ് ഒരു സങ്കല്പമുണ്ട്. അതുമാത്രമല്ല, ഈ ദേശം വനമാണല്ലോ, ഇവിടെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഇവിടുത്തെ ജനങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെയാണ്. ഒരുപക്ഷെ വരുണൻ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം കേരളത്തിൽ മറ്റൊരിടത്തുണ്ടാവില്ല.